ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബോർഡറാണ്. ബോർഡർ ടെക്സ്റ്റിനും ഡിവ് ടാഗിനുമാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. നമുക്കപ്പോൾ എങ്ങനെയാണ് ബോർഡർ ചെയ്യുന്നതെന്ന് പഠിക്കാം. ആദ്യം തന്നെ ഒരു ഡിവ് ടാഗ് എഴുതുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്. ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് CSS ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഡിവ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കേളി ബ്രാക്കറ്റ്സ് ഇടുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബോർഡർ പ്രോപ്പർട്ടീസ് കൊടുക്കാൻ പഠിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ബോർഡർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിന് എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ ഇത് പിക്സലിലായിട്ടാണ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 പിക്സൽ കൊടുക്കുകയാണ്. പിന്നെ അത് കൊടുക്കേണ്ടത് എങ്ങനത്തെ രീതിയിലാണ്. ഇപ്പോൾ 3 രീതി അവൈലബിൾ ആണ്. ഡോട്ടഡ് എന്ന് വെച്ചാൽ കുത്തിട്ടിട്ട് അവൈലബിൾ ആണ്. പിന്നെ സോളിഡ്, അത് സാധാരണ വര പോലെ. പിന്നെ മൂന്നാമത്തെ ഡബിൾ എന്ന് വെച്ചാൽ 2 ലൈൻ ഉണ്ടാവും. ഇപ്പം ഞാൻ സോളിഡ് കൊടുക്കുകയാണ്. ഒരു ബ്ലൂ കളർ കൊടുക്കുകയാണ്. അപ്പം ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ബ്ലൂ ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു സാധാരണ ബോർഡർ കൊടുക്കുക. ഇനി ഞാൻ ഡോട്ടഡ് കാണിച്ചാൽ ഇങ്ങനെ കുത്തായിട്ട് ബോർഡർ കൊടുക്കുന്നത്. ഈ സോളിഡ് മാറ്റിയിട്ട് ഡോട്ടഡ് ഇടുകയാണ്. കണ്ടോ, ഇപ്പോൾ കുത്ത് ബോർഡർ വന്നു. ഞാൻ ഡബിൾ ഉണ്ട്, അതും കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, 2 ലൈൻ ഉണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, 2 ലൈൻ കാണാൻ പറ്റും. ഇതാണ് സാധാരണ ബോർഡർ കൊടുക്കുന്നത്. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഒരു പ്രത്യേകത വേണം. ഫോർ എക്സാമ്പിൾ ഈ അറ്റം കണ്ടോ, ഈ അറ്റത്തിന് ഇങ്ങനെ സർക്കിളിൻ്റെ അറ്റം പോലെ ഇങ്ങനെ ചെരിഞ്ഞു പോകണം, റേഡിയസ് പോലെ പോകണം. അപ്പം നമ്മളിതിന് ഒരു പ്രോപ്പർട്ടി കൊടുക്കണം. അതിൻ്റെ പേരാണ് ബോർഡർ റേഡിയസ്. അപ്പം ഞാൻ ബോർഡർ ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് റേഡിയസ്. അപ്പോൾ എനിക്ക് ഇവിടെ കൊടുക്കേണ്ടത് പിക്സലാണ്. ഞാനൊരു 50 പിക്സൽ കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, എല്ലാ അറ്റത്തും ഇങ്ങനെ ചെരിഞ്ഞ് വന്നിരിക്കുന്ന സർക്കിളിൻ്റെ മാതിരി 50 പിക്സൽ ഇങ്ങനെ മാറ്റി എടുക്കാം. അപ്പോൾ അതിൻ്റെ കേർവ് മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്, എനിക്കിപ്പോൾ ഈ എല്ലാ അറ്റത്തും ഇങ്ങനെ ചെരിവ് വേണ്ട, ഒരറ്റത്ത് മാത്രം മതി. ഈ ബോർഡർ റേഡിയസ് എനിക്ക് അടിയിൽ മാത്രം മതി, അടിയിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബോർഡറിൻ്റെ സൈഡിൽ ബോട്ടം എന്നടിക്കുക. എന്നിട്ടൊരു ഹൈഫൻ ഇട്ടിട്ട് ലെഫ്റ്റ് സൈഡിലാണല്ലോ വേണ്ടത്, അപ്പം ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു ഹൈഫൻ ഇടുക. എന്നിട്ട് പിന്നെ റൺ ചെയ്യുക. ഇപ്പോൾ കണ്ടോ, അടിയിൽ മാത്രം ആ കേർവ് വന്നു. ഇങ്ങനെ ഇനി ഇതിന് മാറ്റാൻ പറ്റുന്നത്, ഇതിന് ഇങ്ങനെ റൈറ്റിൽ മുകളിലാക്കിയിട്ട് കാണിച്ചു തരാം കേർവ്. ഇനിയിപ്പോൾ അത് 50 പിക്സലാക്കി കാണിച്ചാൽ മുകളിലത്തെ കേർവ് കിട്ടാം. ഇപ്പോൾ കണ്ടോ, മുകളിൽ മാത്രം ഞാൻ ചെരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.